തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് നാർക്കോട്ടിക് പരിധിയിൽപ്പെടുന്ന മരുന്നുകൾ കാണാതായതിൽ 12 ദിവസത്തിന് ശേഷം കേസെടുത്തു പോലീസ്. പരാതി അട്ടിമറിക്കാൻ മെഡിക്കൽ കോളേജും പോലീസും ശ്രമിച്ചതായി ന്യൂസ് മലയാളം വാർത്ത നൽകിയിരുന്നു. ഈ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. സനിസ ശോഭ ചന്ദ്രൻ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. സനിസ, മെഡിക്കൽ കോളേജിൽ നിന്ന് മരുന്നുകൾ കാണാതാകുന്നത് സംബന്ധിച്ച് നമ്മൾ വാർത്ത നൽകിയിരുന്നു. അതിന്മേലാണ് ഇപ്പോൾ ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? കഴിഞ്ഞ 17-നാണ് രാത്രിയോടെ ഡബിൾ ലോക്കർ 14-ാം വാർഡിലെ ഡബിൾ ലോക്കർ കുത്തി തുറന്ന് ഹലോപെരിഡോളിൻ കടുത്ത മാനസിക സംഘർഷങ്ങൾക്ക് നൽകുന്ന മരുന്നടക്കം നർക്കോട്ടിക് പരിധിയിൽപ്പെടുന്ന മരുന്നുകൾ കാണാതായത്. അന്ന് തന്നെ ഈ മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ മെഡിക്കൽ കോളേജോ അതോ പോലീസോ തയ്യാറാകാത്ത ഒരു സാഹചര്യമായിരുന്നു. ഇതിനെ തുടർന്ന് മൊഴി അടക്കം എടുക്കാത്ത ഒരു സാഹചര്യത്തിൽ ന്യൂസ് മലയാളം ഇടപെട്ട് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ ഇത് അറിയിച്ചതോടെയാണ് നമ്മുടെ വാർത്തയെ തുടർന്നാണ് ഡ്യൂട്ടി നേഴ്സിന്റെ മൊഴി അടക്കം രേഖപ്പെടുത്തിയത്. അതിനെ തുടർന്നും വീണ്ടും കേസ് എടുക്കാത്ത ഒരു സാഹചര്യമായിരുന്നു. ആ വാർത്തയും ന്യൂസ് മലയാളം പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. ഇത്രയും കടുത്ത മാനസിക സംഘർഷങ്ങൾക്ക് ലഹരിയായിട്ടടക്കം ഉപയോഗിക്കാൻ പറ്റുന്ന മരുന്നുകൾ കാണാതായിട്ട് പോലും കേസ് എടുക്കാത്ത സാഹചര്യം നമ്മൾ വാർത്തയാക്കി പുറത്തു കൊണ്ടുവന്നിരുന്നു. എന്നിട്ടും കേസ് എടുക്കാത്ത സാഹചര്യം നിലനിൽക്കുന്നതിനിടെ നമ്മുടെ തന്നെ വാർത്ത ADGP അടക്കമുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്നാണ് 12 ദിവസങ്ങൾക്ക് ശേഷം ഈ ഒരു കാര്യത്തിൽ കേസ് എടുത്തിരിക്കുന്നത്. ലഹരിയായി ഉപയോഗിക്കാൻ പറ്റുന്ന മരുന്നുകൾ കാണാതായിട്ടും അതും ഡബിൾ ലോക്കറിൽ സൂക്ഷിക്കേണ്ട ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് മാത്രം കഴിക്കേണ്ട മരുന്നുകൾ കാണാതായിട്ട് പോലും അതിൽ പരാതി അട്ടിമറിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു പോലീസിൽ നിന്നും ഉണ്ടായത്. കൂടാതെ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിക്കും ഈ കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലാത്തതുപോലെയുള്ള ഒരു സാഹചര്യമായിരുന്നു മുന്നിലുള്ളത്. ഇതിലാണ് നമ്മുടെ വാർത്തയുടെ ഇടപെടൽ മൂലം ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. എന്തായാലും ലഹരിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മരുന്നുകളാണ് കാണാതായത്. അത് എവിടെ പോയി, എങ്ങനെ പോയി എന്നത് കണ്ടെത്തേണ്ടത് സാമൂഹ്യപരമായിട്ടും വളരെ പ്രതിബദ്ധതയുള്ള ഒരു കാര്യമായിട്ടാണ് നമ്മൾ ഈ വാർത്തയെ ജനങ്ങളിലേക്ക് എത്തിച്ചത്. എന്തായാലും അതിലൊരു നടപടി ഉണ്ടായിരിക്കുകയാണ്. ഹർഷൻ, സൈനിസയാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് കാണാതായ മരുന്നുകൾ സംബന്ധിച്ച്, ആ മരുന്നുകൾ കാണാതാകുന്നത് സംബന്ധിച്ച് നമ്മുടെ വാർത്തയെ തുടർന്നാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്.